ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക മനുഷ്യരും നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥകളും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥകളും. അതായത് നമ്മൾ ലൈഫിൽ ഒത്തിരി അവസ്ഥകൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥകളിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ചോയ്സ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മളുടെ തിരഞ്ഞെടുക്കലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കുന്ന അവസ്ഥകളുണ്ട്. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും വിചാരിച്ചാലും ശ്രമിച്ചാലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചീഫ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, എന്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതൊന്ന് നമ്മൾ ഇൻറ്റേർണൽ എന്ന് പറയും, ഒന്ന് എക്സ്റ്റേണലാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് കാലാവസ്ഥയ്ക്ക് വ്യതിയാനമുണ്ടായിട്ട് മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ചൂട്, എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഇതൊന്നും നമുക്കൊരിക്കലും, ഇത് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയോട് നമ്മൾ ഏത് രീതിയിലുള്ള സമീപനം നമ്മൾ പുലർത്തിയാലും ശരി, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. കാരണം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴോ ഒരു ജംഗ്ഷനിൽ വന്നു ഭയങ്കര ട്രാഫിക്ക്. അപ്പോൾ ട്രാഫിക്ക് ആ ജംഗ്ഷനിലുണ്ട്. ഒന്നുകിൽ ഏതെങ്കിലും കാരണം കൊണ്ടുണ്ടാകുന്ന ട്രാഫിക് ആയിരിക്കാം, ചിലപ്പം കുറേ ഏറെ നേരം ചിലപ്പോൾ ട്രാഫിക് കാണുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം മറ്റേതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്ന ട്രാഫിക് ജാം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇതെല്ലാം എക്സ്റ്റേണലാണ്, നമുക്ക് വെളിയിലുള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കൺട്രോളിനകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസിനകത്തിലുള്ള കാര്യമല്ല ഒരിക്കലും. അങ്ങനെ ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള ഒത്തിരി അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പം നമ്മളുടെ സ്വന്തം പേഴ്സണൽ ലൈഫിനെ കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഈ നിറം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ നിറം അല്ലെങ്കിൽ രൂപം, അല്ലെങ്കിൽ നമ്മളുടെ പൊക്കം ഇല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ വയസ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള കൺട്രോളും അതിൻ്റെ മുകളിലില്ല, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസും ഇല്ല. നമ്മളിനി എന്തൊക്കെ പരിശ്രമിച്ചാലും ശരി, അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് അതിനകത്തിലൊരു സംയമനം പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വയസ്സെന്ന് പറഞ്ഞാൽ വിവേകപരമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള ചിന്തയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ എക്സ്റ്റേണലായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പം മറ്റൊരാളുടെ സ്വഭാവം, മറ്റൊരാളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, പ്രവർത്തിക്കുന്നു, ഇതൊന്നും ഒരിക്കലും നമുക്ക് ഒരു രീതിയിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെയൊന്നും ഒരിക്കലും സ്വാധീനിക്കുകയോ അവരെ മാറ്റിയെടുക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് എക്സ്റ്റേണലായിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് കൺസേൺഡ് ആകാതെ, വറീഡ് ആകാതെ, നമ്മൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ചോയ്സസ്, എന്നുവെച്ചാൽ നമ്മുടെ തീരുമാനങ്ങൾ എന്താണോ, നമ്മളുടെ തിരഞ്ഞെടുക്കൽ എന്താണോ, അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെ ഒട്ടനവധി ടെൻഷൻസും അല്ലെങ്കിൽ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം ഒട്ടുമിക്ക മനുഷ്യരുടെയും, സാധാരണക്കാരെന്ന് പറയുന്ന ആണല്ലോ എല്ലാവരും എന്ന് പറഞ്ഞാൽ, ആരും സാധാരണക്കാരല്ലാത്ത ആരും തന്നെയല്ല. പിന്നെ അവരെ വേർതിരിച്ച് ഒരു മനുഷ്യൻ സാധാരണക്കാരനാണോ അസാധാരണമാണോ വേർതിരിക്കുന്നതെന്നാൽ ഈ പറഞ്ഞ തലത്തിൽ ഉള്ള ഒരു ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ്. അല്ല ഒരാൾ സമ്പത്തുള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ സമ്പത്തില്ലാത്ത വ്യക്തിയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ യുക്തിയുടെയും വിവേകത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സാധാരണ വ്യക്തിയും അസാധാരണ വ്യക്തിയും തമ്മിലുള്ള ഒരു വേർതിരിവ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒട്ടനവധി എല്ലാ മനുഷ്യരും, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ, എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പം നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യരെ അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ മനുഷ്യർ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ചെന്ന് പെടുന്നത് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ നിയന്ത്രിക്കാനോ സ്വാധീനിക്കാനോ പറ്റാത്ത അവസ്ഥകൾ എന്ന് പറയുമ്പോൾ മറ്റു മനുഷ്യരോട് അത് ഉൾപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ശരിയല്ല, അവർ തെറ്റാണ്, അല്ലെങ്കിൽ അവരങ്ങനെയാണ്, അവരിങ്ങനെയാണെന്നൊക്കെ പറയുകയും നമ്മൾ അഭിപ്രായം പറയുകയും, അല്ലെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആശങ്കപ്പെടുകയും
അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ നമ്മളുടെ ടൈം എനർജിയൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഒരു വലിയൊരു കാഴ്ച നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സ്വഭാവമോ അല്ലെങ്കിൽ സമീപനമല്ല നമുക്കങ്ങനെ ഒരു സ്വഭാവമോ ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു സമീപനമോ ഒക്കെ അപ്രോച്ചൊക്കെ നമുക്കുണ്ടെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ പാടെ ഇല്ലാതാക്കുക, അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമീപനം അല്ലെങ്കിൽ നമുക്കൊരു സ്വഭാവം അങ്ങനെ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമുക്ക് വെളിയിലുള്ള എന്നുവെച്ചാൽ ഞാനെന്ന് പറയുന്ന നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വെളിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വറിയാകുക, കൺസേൺഡ് ആകുക, ആശങ്കപ്പെടുക, ദുഃഖിക്കുക, അല്ലെങ്കിൽ പിന്നെ അതിനെ നമ്മൾ ഈ സ്വാധീനിക്കാൻ ശ്രമിക്കുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, അതൊന്നും സാധ്യമല്ല. അങ്ങനെ സാധ്യമാകെ വരുമ്പോൾ നമുക്ക് കൂടുതൽ നിരാശ ഉണ്ടാകുകയും നമ്മളിൽ കൂടുതൽ അത് ദുഃഖങ്ങൾ ഉണ്ടാക്കി വരുത്താനുള്ള ഒരു അവസ്ഥകൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും നമുക്ക് ജീവിതത്തിൽ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് അതിലുപരി നമുക്ക് പീസ് ഓഫ് മൈൻഡോടുകൂടി നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. വാട്ട് വി ക്യാൻ കൺട്രോൾ, വാട്ട് വി കനോട്ട് കൺട്രോൾ. അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്ത കാര്യം എന്താണ്. നമുക്ക് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്ന നമ്മളുടെ തീരുമാനങ്ങളെയും നമ്മളുടെ ചോയ്സസിനെയൊക്കെ ഉള്ളൂ. നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ ചോയ്സ്, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അത് പറയണോ ഇത് പറയണോ, ഇന്ന ആൾക്കാരോട് നമ്മൾ സഹകരിക്കണോ ഇന്ന ആൾക്കാരോട് സഹകരിക്കണ്ടായോ, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കണോ ഇന്ന ഭക്ഷണം കഴിക്കണ്ടായോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അപ്പം കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതെല്ലാം നമ്മളുടെ ചോയ്സാണ്, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അക്കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമായിട്ടുള്ള ചോയ്സസ്, നമ്മൾ ഡിസിഷൻസ്, ചോയ്സസ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ അധികാര പരിധിയിൽ വരുന്ന അതെന്തു തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീന വലയത്തിൽ വരുന്ന അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും മൈൻഡ്ഫുൾ ആകാതിരിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മുടെ ലൈഫിനെ എല്ലാ രീതിയിലും കെയർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം മറ്റുള്ളവരുടെ ബിഹേവിയർ നമുക്ക് സ്വാധീനിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് അവരുടെ ബിഹേവിയറോ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ സ്വഭാവങ്ങളോ സമീപനങ്ങളോ ഒക്കെ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ള ചോയ്സ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഡിസിഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവരെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല, പക്ഷേ നമുക്ക് നമ്മളെ സ്ട്രക്ചർ ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടതെന്നോ എപ്പോഴാണ് പറയേണ്ടതെന്നോ നമ്മുടെ വാക്കുകളെ, പെരുമാറ്റത്തെ, സ്വഭാവത്തെ ഒക്കെ തന്നെ നമുക്ക് സ്ട്രക്ചർ ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതിൻ്റെ മുകളിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാധീനമുള്ളത്, ഏതിൻ്റെ മുകളിലാണ് നമുക്ക് സ്വാധീനമില്ലാത്തത്, നിയന്ത്രണമുള്ളത്, നിയന്ത്രണമില്ലാത്തത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ചീഫ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ചീഫ് ടാസ്ക് നമുക്ക് പറയും. അപ്പം അങ്ങനൊരു സമീപനം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും അതിനെ നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സങ്കീർണതകളും ഈ ആശങ്കകളും ഒക്കെ നമുക്ക് ഒട്ടുമിക്ക ഒരു നല്ല അളവിൽ നമുക്കതിനെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല വശം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വശം അല്ലെങ്കിൽ സൈഡ് എന്ന് പറഞ്ഞ ഇതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ആയാലും ശരി അതിനൊരു റിസൾട്ട് ഉണ്ടാകും. ഏതൊരു ആക്ടിവിറ്റി, നമ്മൾ ഏർപ്പെടുന്ന ഏത് പ്രവൃത്തിക്കായാലും അതിനൊരു കോൺസിക്വൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ അല്ലെങ്കിൽ അതിനൊരു റിസൾട്ടൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ഈ പറഞ്ഞ നമ്മൾക്ക് സ്വാധീനമില്ലാത്ത, നിയന്ത്രണമില്ലാത്ത മേഖലകളിൽ നമ്മൾ വ്യാപൃതരാകാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട്, കോൺസിക്വൻസ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ളൊരു റിസൾട്ടും കോൺസിക്വൻസും ആയിരിക്കത്തില്ല. അത് എന്തു തന്നെയായാലും ശരി, അത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഫ്രം ഹെഡ് ടു ഫുട്ട്, അടി മുതൽ മുടി വരെ, അല്ലെങ്കിൽ വളരെ ആധികാരികമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻഗേജ് ചെയ്യുന്ന, ഏർപ്പെടുന്ന മേഖലകൾ അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന അവസ്ഥകൾ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സ്വാധീനിക്കുവാനും നിയന്ത്രിക്കുവാനും എന്നുവെച്ചാൽ നമ്മുടെ ചോയ്സിൻ്റെയോ നമ്മുടെ ഡിസിഷൻ്റെയോ ഭാഗമാകാത്ത പല അവസ്ഥകളിലായിരിക്കും നമ്മൾ ചെന്ന് പെടുന്നതും അതിനകത്ത് നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും.
അപ്പോൾ അത് നമ്മുടെ ലൈഫിൻ്റെ പിന്നെ ആ പ്രൊഡക്റ്റീവ് ക്രിയേറ്റീവ് വശത്തെ തീർച്ചയായിട്ടും ഇല്ലാതാക്കുവാനോ നശിപ്പിക്കുവാനോ നമ്മുടെ എനർജിയും ടൈമിനെയൊക്കെ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പാഴാക്കി കളയാൻ മാത്രമേ അത് സഹായിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏർപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നിർത്തലാക്കുക. അത് നമ്മൾ വളരെ ബോധപൂർവ്വം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മളതിനെ ആ ഒരു പ്രക്രിയയിൽ നിന്നും നമ്മളെ വഴി മാറ്റി വിടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ചോയ്സ് കൃത്യമായിട്ട് പിന്നെ ക്രിയേറ്റീവായിട്ട് എക്സസൈസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ലൈഫ് എനർജി അല്ലെങ്കിൽ നമ്മുടെ ജീവിത ഊർജ്ജത്തെ അല്ലെങ്കിൽ നമ്മുടെ ടൈമിനെ എനർജിയൊക്കെ നമ്മൾ പിന്നെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനകത്തിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള പിന്നെ അല്ലെങ്കിൽ ബെനഫിഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം നമ്മൾ വ്യാപൃതരാകാൻ ശ്രമിക്കുക. മറ്റ് എക്സ്റ്റേണലായിട്ടുള്ള നമ്മുടെ സ്വാധീനത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും അധികാര പരിധിയിലുള്ള അതിൻ്റെ പരിധിക്ക് വെളിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അധികം ബോധരാകാതിരിക്കുക. പക്ഷേ അത് നമ്മുടെ ലൈഫിനെ പിന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അപ്രോച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമായിട്ടുള്ള ചില റിസൾട്ടുകൾ അല്ലെങ്കിൽ ഫലങ്ങൾ ഉണ്ടാക്കിത്തരും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.